ഹലോ ഗായ്സ്, എൻ്റെ പേര് സാവി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മൈനിങ് ഏരിയ എന്ന് കാണിക്കാനാണ്. മൈനിങ് ഏരിയയിൽ കുറച്ച് മൈനിങ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മുമ്പേ ഒരു നെതറിലൊന്ന് പോയായിരുന്നു. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ പോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ പിക്കാക്സൊക്കെ നമുക്ക് വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. നമ്മുടെ കയ്യിൽ അയണുണ്ട്. അപ്പം നമുക്ക് വീണ്ടും ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് 8 സ്റ്റിക്കായി. 8 സ്റ്റിക്കും കൊണ്ട് നമുക്ക് ഒരു 3 അയൺ പിക്കസ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാം സെറ്റായി. അപ്പോൾ നമുക്കിനി മൈനിങ് ഏരിയയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ആക്സും നമ്മളൊരു അയൺ ആക്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇവിടെ ഞാൻ ഇത് വെച്ചായിരുന്നു, വീറ്റ് കുറേ നട്ടായിരുന്നു നമ്മുടെ ഫാമിങ്ങിൽ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സ്വിച്ച് വെച്ച് ഓണാക്കാം. ഗൈസ്, നമ്മൾ മുമ്പ് നെതർ വെച്ച് ചത്താറണം. ഇപ്പം നമ്മൾ ഇവിടുന്ന് സ്വിച്ച് വെച്ച് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചാൽ ആവത്തില്ല. കാരണം നമ്മൾ ഇവിടുന്ന് ഒന്ന് ലോക്കാക്കിയാൽ പിന്നെ വെളിയിൽ നിന്ന് നമ്മൾ റീസ്പോൺ ആയി വെളിയിൽ നിന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ആക്കാൻ പറ്റില്ല നമ്മുടെ ഡോറ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളിപ്പോൾ കോർഡിനേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ മണ്ടയിൽ. അപ്പം ഇനി നമുക്ക് -69 വരെ എങ്ങാണ്ട് പോകണം. എന്നാലും നമുക്ക് ഡയമണ്ട് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒരു രീതിയിലാണ് അത് കുഴിക്കേണ്ടത്. -69 ലെവലായി കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ -36 ആയപ്പോഴേക്കും നമ്മൾ ഡയമണ്ട് കണ്ടെത്തി. ഗൈസ്, നമ്മൾ 69 ആവുന്നതിന് മുമ്പ് നമുക്ക് ഡയമണ്ട് കിട്ടി. അപ്പോൾ 2 ഡയമണ്ട് നമ്മൾ കുഴിച്ചെടുത്തായിരുന്നു. നേരമാണ് നമ്മളിത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ കുഴിക്കുകയാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഡയമണ്ടാണ് ഈ മൈനിങ് ഏരിയയിൽ. ഇതുവരെ എനിക്ക് ഡയമണ്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കണ്ടേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ കുറച്ച് കിട്ടി. ഗൈസ്, അപ്പോൾ നമ്മൾ 69 എത്തുന്നതിന് മുമ്പ് നമ്മുടെ 59 ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ ബെഡ് റോക്ക് ലെവലെത്തി കണ്ടോ. നമ്മൾ കുറേ ഇങ്ങ് താഴോട്ട് വന്നു. അപ്പം ഇത് ഏതുണ്ടോ, ഇത് ബെഡ് റോക്കാണ് ഈ കാണുന്നത്. ബെഡ് റോക്ക് ഇനി താഴോട്ട് ഒരു 2 സ്റ്റെപ്പെങ്കിലും താഴോട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെ ബെഡ് റോക്കാണ്. ഇവിടെ റെഡ് സ്റ്റോണൊക്കെ കുറേ ഉണ്ട്. നമുക്കിനി ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇതുപോലെയല്ല ഗൈസ്. ഇപ്പം നമുക്കൊന്ന് തെറ്റിപ്പോയി. ഇവിടെ ഒരു ഇതല്ല, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുഴിക്കേണ്ടത്. ഇതുണ്ടോ, 2 ബ്ലോക്ക് ഇടവിട്ടിട്ട് നിൽക്കുക. ഇപ്പോൾ കാണിക്കാം. ഇതുണ്ടോ, 2 ബ്ലോക്ക് വെച്ചിട്ട് കുഴിച്ച് പോവുക. 2 ബ്ലോക്ക് വെച്ച് കുഴിച്ച് പോവുക. ഇതുണ്ടോ, 2 എണ്ണം വെച്ച്. ഇനി അങ്ങോട്ട് നമുക്ക് 2 ബ്ലോക്ക് കുഴിക്കാം. 2 ബ്ലോക്ക് കുഴിച്ചിട്ട് ഒരു ബ്ലോക്കും കൂടെ വെക്കണം. ഈ 2 ബ്ലോക്ക് അവിടെ വെക്കണം. എന്നിട്ട് നമ്മൾ ഈ 2 ബ്ലോക്ക് ഇട്ടിട്ട് 3ാമത്തെ ബ്ലോക്ക് നമ്മൾ അകത്തോട്ട് കുഴിച്ച് വേണം. അങ്ങനെയാണ് നമ്മുടെ സൈഡിൽ ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സൈഡ് വഴി പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പുറ സൈഡ് 2 ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഒരു ഡയമണ്ട് കണ്ടുപിടിക്കുക ഇച്ചിരി കൂടെ എളുപ്പമാകും നമുക്ക്. ഇതുവഴി പോയാൽ നമ്മുടെ 2 സൈഡിൽ ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇനി അപ്പുറത്ത് പോയാൽ അപ്പുറത്തും ഇതുപോലെ തന്നെ ഈ സൈഡ് ഡയമണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇച്ചിരി കൂടെ എളുപ്പമാണ്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ മൈൻ ചെയ്ത് പോയാൽ നമ്മൾ ഡയമണ്ട് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഗൈസ്. അങ്ങനെ നമുക്ക് അങ്ങനെ ഡയമണ്ട് കിട്ടിയിരിക്കുന്നു ഗൈസ്. കണ്ടില്ലേ ഡയമണ്ട്. അങ്ങനെ നമ്മൾ കുഴിച്ച് പോകുമ്പം നമുക്കങ്ങനെ കിട്ടിയതാണ്. കണ്ടില്ലേ, അതുപോലെ നമ്മൾ പെട്ടെന്നൊന്ന് 2 ബ്ലോക്ക് ഇട്ട് കുഴിച്ചാണ് നമുക്ക് കിട്ടി. നമുക്കിനി ആ ഡയമണ്ട് കുഴിച്ചെടുക്കാം. ഒരു ഡയമണ്ട് കാണുള്ളായിരിക്കും ഗൈസ്. ഇത് അങ്ങോട്ട് 2 ഡയമണ്ട് കാണണോ? ഉണ്ട് ഗൈസ്, 2 ഡയമണ്ട് ഉണ്ട്. 2 ഡയമണ്ട് ഇതിൻ്റെ പുറകെ കാണാം ചിലപ്പോൾ കേട്ടോ ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇത് താഴെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇതുപോലെ നമുക്ക് ഡയമണ്ട് കാണാം. നമ്മുടെ 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഡയമണ്ട് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് നമുക്ക് 4 ഡയമണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴിച്ച് പോവുകയാണെങ്കിൽ ഇനി നമുക്ക് ഡയമണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഗൈസ്.